അഖിൽ അനിൽകുമാർ ഉണ്ട് നമ്മുടെ കൂടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ തലവര തിയേറ്ററിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ OTT വന്നിട്ടുണ്ടോ, ആമസോൺ പ്രൈമില്. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണണം. ഞാനത് ആ സമയത്തും ഞാൻ വളരെ കുറച്ച് സിനിമകൾക്ക് ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കാണുന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമകൾക്ക് പറയാറുള്ളൂ. അതിലൊന്ന് തലവരയാണ്. ആ സമയത്ത് എനിക്ക് അഖിലിനെ കിട്ടിയില്ല. ഇപ്പൊ അഖിലിനെ കിട്ടി. അഖിൽ വേറെ ഡിസ്കഷന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ളതാണ്. വെൽക്കം അഖിൽ. താങ്ക് യു. തിയേറ്ററിൽ നല്ല റെസ്പോൺസസ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ OTT വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. റെസ്പോൺസസ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും എല്ലാവരുടെ അടുത്ത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്. കാരണം അതൊരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണല്ലോ. ഭയങ്കര സന്തോഷമുണ്ട് ഇതിന്റെ റെസ്പോൺസ് കാണുന്ന സമയത്ത്. ഇപ്പൊ വിറ്റ്ലിഗോ ഉള്ള ആളുകൾക്കല്ലാതെ ബാക്കിയുള്ളവർക്കും കൂടി ഈ സിനിമ കണക്ട് ആവണം എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾക്കും, അതായത് ഡ്രീം കാണുന്ന, സ്വപ്നം കാണുന്ന, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും കൂടി ഈ സിനിമ വർക്ക് ആവുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോ ചിലര് വിളിച്ചിട്ടൊന്ന് ഹഗ് ചെയ്യണം എന്നൊക്കെ പറയുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അങ്ങനെ എനിക്ക് ഇതിന് മുമ്പത്തെ സിനിമകൾ ചെയ്തപ്പോഴൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഒന്ന് ചേട്ടനെ കാണണം, ഒന്ന് ഹഗ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലവർ ഒരു ചായ കുടിച്ചാലോ, ഒന്ന് ചായ കുടിച്ച് കുറച്ച് നേരം സംസാരിക്കണം എന്നുണ്ട് എന്നൊക്കെ പണ്ട്. പിന്നെ എനിക്ക് ഒരാൾ ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അതായത് ഒരു ഗൂഗിൾ ഡോക്കില് പ്രോപ്പർ ഈ സിനിമന്റെ ഒരു റിവ്യൂ പ്രോപ്പർ, അതായത് ഇതിൽ നെഗറ്റീവ്സ് എന്തൊക്കെയാ, പോസിറ്റീവ്സ് എന്തൊക്കെയാ, അഖിൽ അനിൽകുമാർ എന്ന ഒരാൾ അടുത്ത സിനിമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, എന്റെ പ്ലസ് പോയിന്റ്സ് കൊണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അയാൾ അതിന് സമയം കണ്ടെത്തി എഴുതി. അപ്പൊ എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അത് ഞാൻ ആകെ ഷോക്കായി പോയി. ഇത് പുള്ളി പറയുന്നത് എനിക്ക് ബ്രോന്റെ അടുത്ത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ഫേസ്ബുക്കിൽ അങ്ങനെ ഒന്നും ഇടാൻ വേണ്ടിയിട്ടല്ല. പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടില്ല, ഫായിന്ന പേര്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഭയങ്കര, എനിക്ക് അങ്ങനെയൊക്കെ ഒരു സംഭവം കിട്ടിയ തലവരയ്ക്ക് ശേഷം തന്നെ. പിന്നെ ഒരുപാടുണ്ട്. ഇപ്പൊ പലരും ഇപ്പൊ ഇന്നലെ പടം ഇതില് OTT വന്നതിന് ശേഷം ഒരു പേജ് ആക്ച്വലി ഒരു പോസ്റ്റ് ഇട്ടു, അവർക്ക് ഇഷ്ടമായതുകൊണ്ട്. രണ്ടാമതൊരു പോസ്റ്റ് ഇട്ടു, എഴുതിയിട്ട് മടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ എഴുതിയിട്ട് മടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കാണുമ്പോ കൊള്ളാലേ, പരിപാടി എന്തൊക്കെയോ ആളുകൾക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. സോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ റെസ്പോൺസ് വരുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ഗൂഗിൾ ഡോക്കില് തന്നു പറഞ്ഞല്ലോ. അതില് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് പറയണ്ട, അത് അഖിലിന് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ പറഞ്ഞതിൽ പോസിറ്റീവായിട്ട് പുള്ളിക്ക് തോന്നിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമോ? പുള്ളിക്ക് തോന്നിയത് കണക്ട് ആയി എന്നുള്ള സംഭവം തന്നെ. ഒരു സിനിമ ഫുള്ളായി കണക്ട് ആയി, ടോട്ടൽ കണക്ട് ആയി. പിന്നെ പുള്ളി പറഞ്ഞത് ഇപ്പൊ ചിരിപ്പിക്കുന്നത് കരയിപ്പിക്കുന്നതുമാണ് കുറച്ചും കൂടെ ടഫ് എന്നുള്ളൊരു പരിപാടി കിടക്കുന്നത്. അപ്പൊ അതില് കരയിപ്പിച്ചു, ലൈക്ക് കണ്ണ് നനയിപ്പിച്ചു എന്ന് പറയുന്ന സംഭവം അത് വളരെ അടിപൊളിയാണ്. കാരണം എന്റെ ഫിലിംസ് ഫോളോ ചെയ്ത ഒരാൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഹ്യൂമേഴ്സ് ചെയ്യുന്നത് പുള്ളിക്ക് അറിയാം. പുള്ളി ആ ഹ്യൂമേഴ്സ് അറിയുന്ന ഒരാളിനെ, ഇതുപോലെ ഫോളോ ചെയ്യുന്ന ഒരാളിനെ. അപ്പൊ അഖില് ഹ്യൂമർ ചെയ്യുന്ന ആ പുള്ളിക്ക് അറിയാം. പക്ഷെ ലൈക്ക് ഇമോഷൻസ്, അതായത് കരച്ചിലിന് മാത്രമല്ല, ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ. കാരണം ഇതിപ്പോ എല്ലാവരും ഈ കണ്ണ് നനയിപ്പിച്ചു എന്ന് വേർഡ് വന്നപ്പോ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരു കരച്ചിൽ പടമാണോ എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് മോട്ടിവേറ്റഡ് ആയി ആക്ച്വലി ഈ സിനിമയിൽ നിന്ന്. അത് ആക്ച്വലി നല്ലതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഡയലോഗിനെ കുറിച്ചിട്ട് നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ കാരണം എഴുതുമ്പോ തന്നെ ഞാനും അപ്പവും നമുക്ക് ഇത് എങ്ങനെ ഇത് ടോപ്പായിരിക്കണ എഴുത്ത്, എക്സ്ട്രീം കൊടുക്കുന്ന എഴുത്തിന്റെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മഹേഷ് ഏട്ടനും ഷെബിനിക്കൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് അവരുടെ ഇൻപുട്ടും, ഇപ്പൊ ഈ സിനിമ വർക്ക് ചെയ്ത എല്ലാവരും എന്താണോ എക്സ്ട്രീം മാക്സിമം കൊടുക്കുക എന്നുള്ള രീതിയിൽ എഴുതിയ വർക്ക് ചെയ്ത സിനിമ. സോ ഞാനും അപ്പോൾ എഴുതുമ്പോ തന്നെ നമുക്കൊരു ഷുവർ ഉണ്ടായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കും എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അതിലുണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേനെ കുറിച്ച്, ഡയലോഗിങ്ങിനെ കുറിച്ച്, മേലെ വാ അപ്പുറം ഇതെല്ലാം കാതില് വീഴാതെന്ന് വേണോ ഡയലോഗ്, അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ എടുത്ത്. പിന്നെ ഇതിലൊരു ഗൂഗിൾ പേ സീൻ ഉണ്ട്, ഒരു 2 രൂപ പിന്നെ തിരിച്ച് 3 രൂപ റിവാർഡ് കിട്ടുന്നത്. അപ്പൊ അത് ആക്ച്വലി ഈ പുള്ളിയല്ല, അത് വേറൊരു പുള്ളിക്കാരൻ പറഞ്ഞ. അത് പുള്ളി ഒരു റൈറ്ററാ, പുള്ളിയാണെങ്കിൽ അത് എഴുതില്ല, നിങ്ങളത് എഴുതിയതാണ്. കാരണം അത്രയും നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് സംഭവം ചിന്തിച്ചു എന്ന് പറഞ്ഞതിന്റെ ഒക്കെ ഒരു അപ്രിസിയേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പലതും ഇപ്പൊ നമ്മൾ കുറെ സാധനം വിചാരിച്ചിട്ട് തിരിച്ചു കിട്ടിയ സാധനമുണ്ട്. ലൈക്ക് നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് നിങ്ങൾ തിരിച്ചു കിട്ടിയ സാധനമുണ്ട്.
ചില സാധനങ്ങൾ ആൾക്കാർ നോട്ട് ചെയ്തില്ല, പക്ഷെ നമ്മൾ പോലും നോട്ട് ചെയ്ത സാധനങ്ങൾ അവര് നോട്ട് ചെയ്ത് പറയുമ്പോ ആ ഓക്കെ അത് അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന സാധനങ്ങളായിരിക്കാം എന്നൊരിതുണ്ട്. അങ്ങനെയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊരു ഞാൻ പറഞ്ഞൊരു 7 പേജിനടുത്തുണ്ട് അത്. 7 പേജിനടുത്ത്. അത് തിയേറ്ററിൽ കണ്ടതിന് ശേഷം തിയേറ്റർ റിലീസ് 50 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ സാധനം വരുന്നത്. അവൻ അത്രയും ദിവസം എന്തായിരുന്നു വർക്ക് ചെയ്യായിരുന്നു അതില്. അത് ഭയങ്കര സംഭവമായിരുന്നു അത്. ഐ മീൻ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി ആ സമയത്ത് ആക്ച്വലി. അങ്ങനെ കാരണം അത് ഒരു എനിക്കറിയില്ല, ഞാൻ എന്റെ സർക്കിളിൽ നിന്നൊന്നും അങ്ങനെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം കിട്ടിയെന്ന്. സത്യം അത് പലരും ഫെയിമിന് വേണ്ടി കുറെ കാര്യങ്ങള് ഈവൻ മറ്റുള്ളവരുടെ അടിച്ചു അതെ മാറ്റി പറയുന്ന സമയത്താണ് പേര് പോലും പറയേണ്ട വെൽവിഷർ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കാം അവർ പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു തലവരയോട് കൊണ്ട് ഉള്ള ഇഷ്ടം കൊണ്ടാണ് അത് എന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അതില് ഭയങ്കര സന്തോഷമുണ്ട്. OTT-ൽ മിനിഞ്ഞാന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ആളുകൾക്ക് കുറച്ച് സമയം വേണം അതിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട്. അതെ പ്രത്യേകിച്ച് ഇപ്പൊ തിയേറ്റർ റിലീസ് അത്രയും ദിവസങ്ങളിൽ കളിച്ച ഒരു സിനിമയാണ്. അപ്പോ ഇതിന്ന് ഇപ്പോ OTT-യുടെ പ്രതീക്ഷ എന്താണ്? കാരണം എനിക്ക് ഇത് രണ്ടും രണ്ട് തരം വ്യൂ ആണ്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് OTT തന്നെ ഇൻഡിവിജ്വൽ നമ്മുടെ പാം ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വേണമെങ്കിൽ കാണുന്ന ഒരു അതെ കൂട്ടം ആളുകളുണ്ട്. OTT തന്നെ ഫാമിലി ആയിട്ട് ആഘോഷിച്ച് കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതെ പക്ഷെ തിയേറ്ററിൽ കാണുന്നതും ഇതിലും രണ്ട് രണ്ട് രീതിയിലാണ്. ഇതിനെ കുറിച്ച് അഖില് ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് തിയേറ്റർ റിലീസ് എന്ന് പറയുമ്പോൾ ഓഡിയൻസ് ഐ മീൻ ഏത് രീതിയിലാണ് ഇത് ഓഡിയൻസിനെ അപ്പീൽ ചെയ്യുന്നത്? ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു വന്നുകൊണ്ട് എനിക്കിപ്പോ നമ്മുടെ മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ യൂട്യൂബിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. സോ എനിക്ക് ഒരു യൂട്യൂബ് ഓഡിയൻസിന്റെ ഏകദേശം ജഡ്ജ്മെന്റ് മിനി സ്ക്രീൻ ഐ മീൻ സ്ക്രീനിനെക്കാട്ടി ഉണ്ട്. അത് ഐ മീൻ ഞാൻ ഭയങ്കര പ്രോ എന്നല്ല ഞാൻ പറയുന്നത്, സ്ക്രീനിനെക്കാട്ടി എനിക്ക് യൂട്യൂബിൽ എന്തായിരിക്കും ഈ ആളുകൾക്ക് വർക്ക് ആവുക എന്നുണ്ട്. സോ എന്റെ ടഫ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ വർക്ക് ആക്കുക എന്നുള്ളതാ. എനിക്ക് അത് ബുദ്ധിമുട്ടാ. ഓക്കെ അപ്പോ ഇപ്പൊ തലവര ചെയ്യുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ വർക്ക് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് അതിലത്തെ ഓരോ സീനും എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് ഇപ്പോ എനിക്കറിയില്ല, അത് എന്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂ മേ ബി. ഇപ്പോ ഇമോഷണലി റിച്ച് ആവുന്ന സിനിമകളുണ്ട്. ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇമോഷനും ആവാം, നമുക്ക് മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ പ്രണയം ആവാം, അല്ലെ ഇപ്പൊ വിഷ്വലി ഭയങ്കര ഗ്രാൻഡ്യൂർ എന്ന് പറയുന്നത് മാത്രമല്ല സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇമോഷണലി കണക്ട് ആവുന്ന സിനിമകളെല്ലാം ഒരേ സിനിമകളാണ്. അത് വിഷ്വലി വലുതായാലും ശരി, എന്ത് വൈസ് വലുതായാലും അതൊരു മാറ്റർ അല്ല. അപ്പോ ഞാൻ അതാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഉള്ള ബുദ്ധിമുട്ട് ഇത് തിയേറ്ററിൽ വർക്ക് ചെയ്യിപ്പിക്കുക, എങ്ങനെ തിയേറ്ററിൽ വർക്ക് ആക്കണം, തിയേറ്ററിൽ എന്താണ് ആളുകൾക്ക് ഇതാവുന്നത് എന്നുള്ളതിലാണ് എന്റെ ഒരു ടഫ് കിടക്കുന്നത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു തലവരയിൽ ഞാനൊരു മുമ്പത്തെ സിനിമയെക്കാട്ടി കുറച്ചും കൂടെ വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. OTT വരുന്ന സമയത്ത് എനിക്കും എന്റെ ടീമിനും, കാരണം നമ്മളിത് ആദ്യം മ്യൂസിക് ഡയറക്ടറിനെ കാണിക്കുന്നതെല്ലാം TV തന്നെയാണല്ലോ. അപ്പൊ അവർക്കെല്ലാം പരിപാടി വർക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ റിലീസിന് മുമ്പാണെങ്കിലും ഓരോ പണികൾ കഴിയുമ്പോൾ ഓരോരുത്തർ ആൾക്കാരെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ ഇത് നമ്മൾ തിയേറ്ററിൽ കാണുന്നത് ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ എനിക്ക് തിയേറ്ററിൽ വർക്കായി, ഓക്കെ പരിപാടി കിട്ടിയെന്ന് എനിക്ക് തോന്നിയത് ഇതിൽ ക്ലൈമാക്സിൽ വേണ്ടി ഒരു ഓഡിഷൻ സീൻ ഉണ്ട്. ഓക്കെ അപ്പോ അവിടെ ഇവൻ തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് കയ്യടി ഉണ്ട്. പക്ഷെ ഓഡിഷൻ സീൻ കഴിഞ്ഞ് ഇവൻ സെലക്ട് ആയി നടന്ന പോയിന്റ് തിയേറ്റർ കയ്യടി വീണു. ഓക്കെ ആ പോയിന്റില് ഞാൻ ഹാപ്പി ആയി. ഓക്കെ ഡൺ. ഒരു മോശം സിനിമ ആവില്ല എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ ജയിക്കണമല്ലോ, അവിടെ എങ്ങനെ ജയിക്കുന്നു എന്നുള്ള ആ കയ്യടി ഞാൻ ഓക്കെയാണ്, നമുക്ക് തിയേറ്ററിലും കൂടെ കുറച്ച് പിടിക്കാനുള്ള പരിപാടികളായി തുടങ്ങി എന്നുള്ളതിലേക്ക് വന്നു. കാരണം ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു സിനിമേന്റെ ഞാൻ എന്റെ സിനിമ സെറ്റ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ഇൻ സിനിമ സെറ്റ് എന്റെ സിനിമ സെറ്റാണ്. അപ്പൊ അതിൻ്റെതായ കുറവുകളുണ്ട്. ആക്ച്വലി 2-3 സിനിമയിലൊക്കെ ഒരു അസിസ്റ്റ് ചെയ്ത് ഇതാണ് സിനിമ, ഇതിങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തിയേറ്ററിലേക്ക് വരുന്നൊരു ഏകദേശം ബോധമുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കാം ഫസ്റ്റ് സിനിമയൊക്കെ. പക്ഷെ ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന തന്നെ ഇതിന്റെ പ്രോസസ്സ് ഇങ്ങനെയാണല്ലേ, ഇതിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലേ, അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വരുന്ന ഒരാളാ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ആ കയ്യടി വലുതാ, അത് ഭയങ്കര വലുതാ. അപ്പൊ ഓക്കെ ഞാൻ തിയേറ്ററിൽ പ്രൂവ് ചെയ്തു. കാരണം എന്റെ ഫസ്റ്റ് സിനിമ അർച്ചന, അതിന്റെ അതേ സമയത്താണ് ഗീതു അൺചെയിൻഡ് ഇറങ്ങുന്നത്, ഫ്രീഡം ഫൈറ്റ്, അത് OTT ആയിരുന്നു.
അപ്പൊ OTT അത് നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അർച്ചനയെ സംബന്ധിച്ചോളം അത്ര രീതിയിലല്ല ഓടുന്നത്. അപ്പൊ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തിയേറ്ററിൽ ഒരു സാധനം അടിക്കണം, തിയേറ്ററിൽ ആളുകൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് തലവര ചെയ്തത്. എനിക്ക് തിയേറ്ററിനെക്കാട്ടിയും കുറച്ചും കൂടി വിശ്വാസം ഉണ്ടായിരുന്നു OTT ഈ സംഭവം ഓടുന്നുള്ളത്. സെയിം ഫീൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഏർലിയാണ് നമ്മളിപ്പോ ക്യാച്ചപ്പ് ചെയ്യണത്. കാരണം OTT ഫീഡ്ബാക്ക് കൂടി വന്നിട്ട് കണക്ട് ചെയ്യാന്നുണ്ട്. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ അഖില് പിന്നെ അടുത്ത തിരക്കുകളാവും, പിന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. കാരണം എനിക്ക് അന്നേ ഇത് മിസ് ചെയ്തായിരുന്നു അഖിലിന്റെ. ഞാൻ അത്രയും ആഗ്രഹിച്ചായിരുന്നു ഫിലിമിന്റെ സമയത്ത്. ആ സ്റ്റോറി ടെല്ലിംഗ് സംഭവം അഖിലിന് നല്ലതായിട്ടുണ്ട്. അതെനിക്ക് ആ ആദ്യത്തെ ഷോർട്ട് ഫിലിം, ആദ്യത്തെ ആയിരിക്കില്ല, ഞാൻ കണ്ട ഷോർട്ട് ഫിലിം ബയോളജി കണ്ടപ്പോ എനിക്ക് കിട്ടിയിരുന്നു ആ സാധനം. അതിന് ഒരുപാട് ഇവോൾവ് ആയിട്ടുണ്ട് ഓഫ് കോഴ്സ്. പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫ്രീഡം ഫൈറ്റ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ, ലൈക്ക് ഇൻഡിപെൻഡന്റ് ഒരു ഫിലിം ചെയ്യുക എന്നുള്ളതും ആന്തോളജിയുടെ പാർട്ടായിട്ട് ചെയ്യാന്നുള്ളതും അതിലും കുറച്ച് ലേണിംഗ് ഉണ്ടാവുമല്ലോ. സോ അതിനെ കുറിച്ചൊന്ന് പറയൂ. അതെ, അർച്ചന ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊറോണന്റെ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഇരിക്കുക. കൊറോണ തന്നെ ഭയങ്കര ഗ്യാപ്പാ. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എഴുതണം, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സിനിമ കാണുകയാണെങ്കിൽ തന്നെ എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ആക്ട് ചെയ്യണം. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ബോറടിക്കാൻ തോന്നി. കാരണം സിനിമ ചെയ്തത് കൊണ്ട് എനിക്കിപ്പോ ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, മ്യൂസിക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്റെ അടുത്തൊരു ഇത് കിടക്കുന്നുണ്ട്. ഞാൻ തീരുമാനിച്ചു ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. ലൈക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ നമുക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങൾ, ഈസി പരിപാടികളാണല്ലോ. അപ്പൊ ഞാൻ ജിയോ ചേട്ടൻ അന്ന് ഗേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇറങ്ങിയത് ഒരു പുതിയ OTT ചാനലായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ജിയോ ചേട്ടനെ വിളിച്ചു. ജിയോ ചേട്ടൻ അങ്ങനെ എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്താൽ കൊള്ളാന്നുണ്ട്, പ്രൊഡക്ഷൻ കിട്ടുമോ ചോദിച്ചിട്ട്. അപ്പൊ ജിയോ ചേട്ടൻ പറഞ്ഞു, അഖിലെ എന്നാ ഞങ്ങളുടെ കൂടെ ചെയ്തോ, ഞങ്ങളൊരു ആന്തോളജി ചെയ്യുന്നുണ്ട്, കൊറോണ ഒക്കെ അല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ അടിപൊളി ഞാൻ ജിയോ ചേട്ടന്റെ ഫ്ലാറ്റിൽ പോയി കഥ പറഞ്ഞു. ജിയോ ചേട്ടന് ഇഷ്ടമായി. പിന്നെ എല്ലാം ഇതേപോലെ വീഡിയോ കോൾ വഴി രജീഷോട് കഥ പറയുന്നു. ഫസ്റ്റ് നറേഷനാണ് അത്. രജീഷ് എന്ത് വീഡിയോ കോൾ വഴി വേണം, രജീഷയ്ക്ക് ഓക്കെ ആവുന്നു. ദെൻ രജീഷ ജോയിൻ ആയി. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അർച്ചനന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക. അർച്ചന ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഈ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് ഡബ് കഴിഞ്ഞു, സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ അർച്ചനയുടെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഒരു 15 ദിവസം ഞാൻ ഉണ്ടാവില്ല. ലൈക്ക് അത് കാരണം കൊണ്ട് സിനിമയ്ക്ക് ബുദ്ധിമുട്ടില്ല. കാരണം റിലീസിംഗ് ഡേറ്റ് വെച്ചിട്ടില്ല, നമ്മളിങ്ങനെ സെല്ല് ചെയ്യാനുള്ള ട്രയലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് ഷൂട്ട് ഉണ്ട്, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ട്. ഞാൻ അവരുടെ പെർമിഷനോടുകൂടി ഒരു 15 ഡേയ്സിനകത്ത് ചെയ്യേണ്ട പരിപാടിയായിരുന്നു. അത് പക്ഷെ 9-10 ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞു. ആ സംഭവം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ കഴിഞ്ഞു. അപ്പോ അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് അർച്ചന ഇവിടെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഇതിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സൗണ്ട് ഡിസൈൻ കഴിഞ്ഞ് ഇതിന്റെ എഡിറ്റിൽ വന്നിരിക്കും. അപ്പോ ചിലപ്പോ ഹൈ കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോ ഇവിടെ വന്നിട്ടായിരിക്കും ഹൈ കിട്ടുന്നുണ്ടാവുക, ചിലപ്പോ ഇവിടെ ഹൈ കിട്ടുന്നുണ്ടാവും, ചിലപ്പോ ഇവിടെ വന്ന് ഹൈ ഉണ്ടാക്കും. അപ്പൊ ഈ രണ്ട് സിനിമയും ഒരേപോലെ ആവരുത്, അതാണ് മെയിൻ സംഭവം. കാരണം ഒരേ ആൾ തന്നെയല്ലേ ചെയ്യുന്നത്, ഒരേ ആൾ ചെയ്യുന്നു, അയാളുടെ ട്രേറ്റ്സ് ഒക്കെ ചിലപ്പോൾ ആ സിനിമയിൽ വരാം. ചിലപ്പോ ഇതിൽ അപ്ലൈ ചെയ്ത ടെക്നിക്ക് വർക്ക് ആവുന്നതുകൊണ്ട് ഇതിൽ പിടിച്ച് അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ഗീതു അൻചൈന്റെ മേക്കിംഗ് തന്നെ വേറെ തന്നെ പിടിച്ചിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു മേക്കിംഗ് പുതിയ പരിപാടി ആയിരിക്കണം, അടുത്തുള്ള ആളെന്ന് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു മേക്കിംഗ് വന്നിട്ടില്ല. ക്യാമറേന്റെ സംസാരിക്കുന്നത് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത ആൾക്കാരോട് സംസാരിച്ചു പോകുന്ന ഒരു മേക്കിംഗ് ഉണ്ടായിരുന്നില്ല. സോ അർച്ചന ഫിനിഷ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഗീതു ഫിനിഷായി. അർച്ചന ഡബ് ചെയ്ത് കഴിഞ്ഞതും ഗീതുവിന്റെ ഡബിലേക്ക് കയറുന്നു, സൗണ്ട് ഡിസൈൻ, അങ്ങനെ എല്ലാം പാരലി കഴിഞ്ഞു. രണ്ടും ഫിനിഷ് ചെയ്തു, ഡെലിവർ ചെയ്തു പ്രൊഡ്യൂസേഴ്സിന്. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യേ അടുത്ത പടം റിലീസ്, ഇതെപ്പോ റിലീസാവും. അപ്പൊ ഒന്ന് സോണി ലിവിനാണ്. അപ്പോ അർച്ചനന്റെ പോസ്റ്റേഴ്സ് റിലീസ് ആവുന്നതിന് ഇപ്പൊ ഫ്രീഡം ഫൈറ്റിന്റെ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് തിയേറ്ററിലാണ് റിലീസ്. അപ്പോ എന്റെ അടുത്ത് ഒരാഴ്ച മുമ്പ്, കൃത്യം ഒരാഴ്ച മുമ്പ് പടം 11-ാം തീയതി റിലീസ് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും നമ്മുടെ ബേബീസ് ആണല്ലോ. അപ്പൊ ഇതെപ്പോ ഇറങ്ങും എന്നുള്ള ടെൻഷനിലാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ ചോദിച്ചു നമ്മുടെ പടം എന്നാണ്. എടാ 11-ാം തീയതിയാണ് പറയണെന്ന് പറഞ്ഞു. അപ്പൊ അടിപൊളി, രണ്ടും ഒരേ ദിവസം റിലീസ്. അടിപൊളി, നല്ല രസമുണ്ട്. കാരണം ഒരേ ടൈമിൽ ടെൻഷൻ ഉണ്ട്. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അർച്ചനയെ സംബന്ധിച്ചോളം അർച്ചന 22-ാമത്തെ വയസ്സിൽ ചെയ്ത് റിലീസ് ആവുന്നത് 25-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ആ കണ്ടന്റ് പഴകിയോ എന്നുള്ള സംശയങ്ങളുണ്ട്. ഓക്കെ,
ഗീതു അങ്ങനെയല്ല. ഗീതു ഇറങ്ങുന്നത് ഒരു 6 മന്ത്സിന്റെ ടൈമിലാ. സ്റ്റാർട്ട് ചെയ്തു 6 മന്ത്സ് കൊണ്ട് ഔട്ടായി. സോ സ്ട്രോങ് ആണ്. രണ്ടും ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. രണ്ടിൽ പറയുന്നത് ഏകദേശം ഒരേ പൊളിറ്റിക്സ് തന്നെയാ. അൺചെയിൻ ചെയ്യാൻ തന്നെയാണ് രണ്ടിലും പറയുന്നത്. ഒന്ന് താലി, മറ്റേതിൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കണ്ടന്റ് സെയിമാ. പക്ഷേ ഇത് രണ്ടും ഒരേപോലെ ഇരിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇത് രണ്ട് റിലീസ് ആവുന്നത് ഒരു ദിവസം. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഒരാൾ തിയേറ്ററിൽ പോയി കണ്ടുവന്ന് തിരിച്ചത് കാണുമ്പോ ഇതന്നെയല്ലേ അത് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല ആരും. ഭാഗ്യത്തിനെന്നല്ല, ഐ മീൻ നമ്മൾ വർക്ക് ചെയ്തോണ്ടായിരിക്കാം ആരും അങ്ങനെ ചിന്തിച്ചില്ല. ആർക്കും അങ്ങനെ തോന്നിയില്ല ഇത് രണ്ടും ഒരേ കൺസെപ്റ്റ് ആണല്ലോ എന്ന്. അപ്പൊ അങ്ങനെയാണ്. രണ്ടിനെ കുറിച്ചും ചർച്ചകളുണ്ടായി. OTT വന്നപ്പോ അർച്ചനയെ കുറിച്ചും ചർച്ചകളുണ്ടായി. തിയേറ്ററിൽ അർച്ചനയെ കുറിച്ച് അത്യാവശ്യം ചർച്ചകൾ വന്നു പോകുന്നു. ഗീതു അൻഷേലിനെ കുറിച്ചും ചർച്ചകൾ വന്നു പോകുന്നു. ട്രോൾസ് വരുന്നു. അപ്പോ ഹാപ്പി ആയിരുന്നു. അതാ വേണേ. ഇപ്പൊ എനിക്ക് അർച്ചന ഹൈ തരുമ്പോ ചിലപ്പോ ഗീതുവിനോട് ഹൈ ഉണ്ടാവില്ല. ഇവിടെ ഹൈ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഹൈ തന്നോണ്ടിരിക്കും. അങ്ങനെ അത് ഭയങ്കര രസമായിരുന്നു. ഫിലിം മേക്കിംഗ് വേറെ ആരുടെയും അസിസ്റ്റ് ചെയ്യാത്ത, ഓഫ് കോഴ്സ് ഇപ്പോ അടുത്ത കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു രഞ്ജിത് ചന്ദ്ര തുടങ്ങിയൊക്കെ അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അസിസ്റ്റ് ചെയ്യാതെയും വരുന്ന ആളുകൾ, ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ. സോ പക്ഷെ ഇതൊരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എന്റെ അടുത്ത് ഇന്ന് വരെ ഒരു ആളും കഥ കേട്ടിട്ട് ഏതെങ്കിലും പടം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല എന്റെ ഓർമ്മയിൽ. ഇപ്പൊ എന്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് രഞ്ജിത്തേട്ടൻ മെസ്സേജ് അയക്കുന്നത്, ദേവിക കണ്ടു, നല്ല രസമുണ്ട്, എന്തേലും കഥയുണ്ടോ കയ്യിൽ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് ഉണ്ട്. പുള്ളിയും പോയി കഥ പറയുന്നു. അപ്പോ പുള്ളി കഥ കേൾക്കുന്നു. പുള്ളി എന്റെ അടുത്ത് ചോദിച്ചില്ല. പുള്ളിക്ക് അറിയാം ഞാൻ പടം അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. പുള്ളി എന്റെ അടുത്ത് ചോദിച്ചില്ല. ഇപ്പൊ പടം അസിസ്റ്റ് ചെയ്യാതെ വരുന്നത് കൊണ്ട് പടം കിട്ടാതിരിക്കണം നിർബന്ധം ഒന്നുമില്ല. അത് നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിലാണ്, നറേഷനിലാണ്, എല്ലാം കണ്ടന്റിലാണ് എല്ലാം. ബുദ്ധിമുട്ടുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൺ സെറ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെക്കാട്ടും ചിലപ്പോൾ സീനിയർ ആയിട്ടുള്ള ചില വർക്ക് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് നമ്മളടുത്ത് പറയാം, അത് നിനക്ക് പടം അസിസ്റ്റ് ചെയ്യാത്ത അറിയാത്തോണ്ടാ എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് അത് അത് എപ്പോഴും നേരിടുന്നുണ്ട്. ഇപ്പോഴും നേരിടുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുറവുകൾ വെച്ചിട്ട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടോ. അതല്ലാതെ എനിക്ക് അങ്ങനെ എന്താണ് കഥ പിച്ചിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് എപ്പോഴും ആളുകൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് നോക്കുന്നത് പ്രസന്റിൽ അയാൾ എന്ത് ചെയ്യുന്നു. പഴയ ഒരു സിനിമ ഒരു അത്ര നന്നായി പോയില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് സിനിമ കിട്ടാതിരിക്കണം എന്നില്ല. പ്രസന്റിൽ അയാളുടെ ഉള്ള കണ്ടന്റ് കിട്ടില്ലെന്നാണ്. അപ്പൊ അയാൾക്ക് ഒരു സിനിമ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കണ്ടന്റ് ആണ് ആളുകൾ ഇപ്പൊ നോക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് പുതിയ പരിപാടി എന്താണ് കൊണ്ടുവരുന്നത്. ഇനി പഴയ പരിപാടിയാണെങ്കിൽ അതിലെന്താണ് പുതിയ പരിപാടി എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ കോൺഫിഡൻസോ, ബേസിക്കലി ഇയാൾക്ക് ഈ കഥ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കുന്നുള്ളൂ. നമ്മുടെ കോൺവെർസേഷൻസിന് മിക്കവാറും കോൺവെർസേഷൻസ് ആയിട്ട് ഇൻസ്പയർ എന്നുള്ള രീതിയിൽ പറയാം. കാരണം ഒരുപാട് പേര് ഫിലിം ചെയ്യാനും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ഒരു ബ്രേക്ക് കിട്ടാൻ, സോ അവരുടെ ഉള്ളിലുള്ളൊരു ഒരു സബ്മിസീവ്നെസ് ഉണ്ടാവുമല്ലോ. ലൈക്ക് ഒരാളുടെ അപ്രോച്ച് ചെയ്യാൻ ഒരുപക്ഷെ ഫിലിം മേക്കർ ആവാൻ തീർച്ചപ്പെടുത്തിയ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അതിനൊന്ന് ഓവർകം ചെയ്യുന്ന ഒരു ഇൻസ്പിറേഷൻ കിട്ടിയെങ്കിലോ എന്നുള്ള രീതിയിൽ ചോദിച്ചത് മാത്രം. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ പെർസീവ് ചെയ്യുന്ന ആൾക്കാരോട് ഒന്നിനും പേടിക്കണ്ടെന്നേ പറയത്തുള്ളൂ. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പോ ബൾട്ടി ചെയ്ത ഉണ്ണി എന്ന് പറയുന്ന ആള്, ഗിരീഷ് ഏടി. കാരണം ഇപ്പൊ നമ്മുടെ മൂന്നുപേരുടെയും കോമൺ പരിപാടിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഞാനും അവരൊന്നും വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം. ഞാനൊരു സിനിമ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഫാമിലി. പക്ഷെ അവരെല്ലാം വന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടാ. ദേവദത്ത എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. സോ അങ്ങനെ നോക്കണ്ട എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സിനിമ പഠിച്ചിട്ടില്ല. ഞാൻ സൗണ്ട് ഡിസൈൻ ആണ് പഠിച്ചിരിക്കുന്നത്. ബേസിക്കലി സൗണ്ട് ഡിസൈനിങ് ആണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഫിലിം സ്കൂളിൽ. പിന്നെ ഞാൻ അങ്ങനെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാ. നമ്മളങ്ങോട്ട് പോയാൽ മതി, അത് അവിടേക്ക് കിട്ടിക്കോളും. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മതി, ബാക്കി എല്ലാം വരും. പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് അറിയാം.
അപ്പോ ഞാൻ വിചാരിച്ചു ഫിലിം മേക്കിംഗ് ആണ് പഠിച്ചതെന്നാണ്. പക്ഷേ സൗണ്ട് ഡിസൈൻ ആണ് പഠിച്ചത്. അല്ലല്ല, ഞാൻ അതിനു മുമ്പേ ഷോർട്ട് ഫിലിംസ് ചെയ്യായിരുന്നു. ഞാൻ കൊച്ചിയിൽ നിൽക്കണം, ലൈക്ക് എനിക്കൊരു സർട്ടിഫൈഡ്, ഇപ്പൊ സിനിമ ഇല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയിൽ ഒരു ജോലി ചെയ്യണം. സോ എനിക്ക് ഞാൻ എന്റെ ഷോർട്ട് ഫിലിംസ് എല്ലാം സൗണ്ട് ഡിസൈൻ ചെയ്തത് ഞാനാ. ഞാൻ മുമ്പും ഷോർട്ട് ഫിലിംസ് സൗണ്ട് ഡിസൈൻ ചെയ്യും, പുറത്തുനിന്നുള്ള ഷോർട്ട് ഫിലിംസ് എല്ലാം സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വേണല്ലോ ഇയാൾ സൗണ്ട് ഡിസൈനർ ആണെന്ന് കാണിക്കാൻ. അപ്പൊ അതിനു വേണ്ടിയും കൂടിയാണ് ഞാൻ വിഫ്റ്റിലേക്ക് വരുന്നത്. സൗണ്ട് ഡിസൈനിങ് പഠിക്കണം, കൊച്ചിയിൽ നിൽക്കണം, സൗണ്ട് ഡിസൈനിന്റെ ഒപ്പം ഈ കോഴ്സ് കഴിഞ്ഞതും എനിക്ക് പടം ഓണാക്കണം. കാരണം എനിക്കൊരു ജോലി പോയിട്ട് ഇനി അതിന് വേണ്ടി നടക്കാം, ജോലി കയറിയ ഈ പരിപാടി നടക്കത്തില്ല എന്ന് എനിക്കറിയാം. നടക്കത്തില്ല എന്നല്ല, ലൈക്ക് ടഫ് ആയിരിക്കും കുറച്ചും കൂടെ. രണ്ടും എല്ലാം കൂടെ ബാലൻസ് ചെയ്യണ്ടേ. ജോബും ക്ലാസ് ആവുമ്പോൾ കട്ടടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ജോബൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അതിന്റെ പ്രശ്നങ്ങൾ. സത്യമാണ്. ഞാൻ അപ്പൊ ഈ സൗണ്ട് ഡിസൈൻ പറഞ്ഞ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? ബേസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യുമായിരുന്നു? ഫിലിമിലുള്ള ഫോളി, ഒരു ഫിലിമിന്റെ സൗണ്ട് എങ്ങനെ ടോട്ടലി ഉണ്ടാവണം, ഏതൊക്കെ സൗണ്ടുകളാണ് അതില്, എങ്ങനത്തെ ഒരു മൂഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണെന്ന് സെറ്റ് ചെയ്യുന്ന സൗണ്ട് ഡിസൈൻ. അത് മറ്റേത് ഉദ്ദേശിക്കുന്ന മ്യൂസിക് പ്രൊഡക്ഷനിൽ വരുന്ന സംഭവമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈനൽ മിക്സും സൗണ്ട് ഡിസൈനുമാണ്, അത് സിനിമകളിൽ. അപ്പൊ എന്റെ ഷോർട്ട് ഫിലിംസില്, കാരണം അന്ന് ഞാൻ പണ്ട് സൗണ്ട് ഡിസൈനിലേക്ക് തിരിയാനുള്ള മെയിൻ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഷോർട്ട് ഫിലിംസ് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മ്യൂസിക് ഉണ്ടാവും, ഡയലോഗ് ഉണ്ടാവും. പെട്ടെന്നൊരു ഡയലോഗ് വരും, നീ എന്ത് പറഞ്ഞു, പിന്നെ സൈലൻസാ, ആംബിയൻസ് ഉണ്ടാവത്തില്ല, ഫുഡ് സ്റ്റെപ്സ് ഉണ്ടാവത്തില്ല. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇതെല്ലാം ഉണ്ടാവണം, പ്രോപ്പർ സിനിമ. എന്നാ വലിയ ബഡ്ജറ്റ് ചെയ്യാൻ, ബഡ്ജറ്റ് അന്ന് സൗണ്ട് ഡിസൈനൊക്കെ ഷോർട്ട് ഫിലിം ആരെയും ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇല്ല തോന്നുന്നു, ഉണ്ടെങ്കിൽ തന്നെ നല്ല പൈസയാ. അപ്പൊ ഞാൻ അതായിരുന്നു ഫോക്കസ് ചെയ്ത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഞാൻ സൗണ്ട് ഡിസൈൻ ചെയ്യും. പിന്നെ ഷോർട്ട് ഫിലിംസിൽ ഇല്ലാത്ത പ്രശ്നമായിരുന്നു, പോസ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഒരു പോസ്റ്റർ ഉണ്ടാവുള്ളൂ, ഒറ്റ പോസ്റ്റർ ചെയ്യും. പക്ഷെ നമ്മൾ മറ്റേ സിനിമ ഇറങ്ങുന്ന പോലെ 25 days അല്ലെങ്കിൽ 200K വ്യൂസ്, അല്ല 10K വ്യൂസ് ഇത്ര മണിക്കൂർ കൊണ്ട് പോസ്റ്റർ ഡിസൈൻ. ഞാൻ പോസ്റ്റർ ഡിസൈനും ആ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുമായിരുന്നു, പോസ്റ്റർ ഡിസൈൻ ചെയ്യുമായിരുന്നു, സൗണ്ട് ഡിസൈൻ ചെയ്യുന്നു. പക്ഷെ കുറച്ചും കൂടെ ലൈക്ക്, ഇപ്പൊ എന്താ പറയാ, സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോബായിട്ട് കൺസിഡർ ചെയ്യുന്ന പരിപാടി ഉണ്ട്, കുറച്ചും കൂടി ഇൻകം വരും നമുക്ക്. അപ്പൊ അതൊക്കെ കാരണമാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസാ പഠിച്ചത്. എനിക്ക് പൊതുവെ ഭയങ്കരമായിട്ട് സ്പീക്കേഴ്സും മൈക്കും എനിക്ക് അറിയാം. പിന്നെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ പാട്ടുകൾ കേൾക്കുന്നത് കൊണ്ടും ഒരു ആംബിയൻസും എവിടെയൊക്കെ എന്തൊക്കെ സൗണ്ട് കൊടുത്താൽ രസം ഉണ്ടാവും എന്നുള്ളൊരു ഏകദേശ ധാരണയുണ്ട്. മ്യൂസിക് ആ തോട്ടം നിന്നാണ് എന്റെ എല്ലാ പടങ്ങളും കുറച്ച് മ്യൂസിക്കലിയാണ്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടിന്യൂസ് പാട്ട് കേൾക്കുന്ന ഒരാളാണ്. എന്റെ അമ്മ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കുന്ന ഒരാളാണ്. അമ്മ ആകാശവാണിയിൽ ചിത്രഗീതം എന്ന് ഉച്ചയ്ക്ക് വെച്ചോണ്ടിരിക്കുന്ന അവിടുന്ന് അയക്കണം എനിക്കത് വരുന്നത്. ഞാൻ എപ്പോഴും ഹെഡ്ഫോണിൽ ട്രാവൽ ചെയ്യുമ്പോൾ പാട്ട് കേട്ടോണ്ടിരിക്കും, മോയസ്റ്റ് കേട്ടോണ്ടിരിക്കും. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ സൗണ്ട് ഡിസൈൻ. തലവരയിലേക്ക് വരാം. അപ്പൊ തലവരയുടെ ലൈൻസിനെ കുറിച്ച് പറഞ്ഞു, സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ അതില് ഒരു തമിഴ് മിക്സ് ആണ്. ഈവൻ ഡയലോഗിന്റെ ഇവരുടെ ഫാമിലി, പ്രത്യേകിച്ച് അശോകേട്ടൻ പറയുന്നതാണെങ്കിലും ഒക്കെ ഒരു പ്യോർ മലയാളമല്ല, തമിഴ് കലർന്ന, എന്നാൽ തമിഴും അല്ല, അത്തരം ഒരു ലാംഗ്വേജ് ആണ്. ഇത് എവിടുന്നാ പിടിച്ചത്? അത് ബേസിക്കലി അത് പാലക്കാടുള്ള സ്ലാങ് തന്നെ. ഓക്കെ. പിന്നെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലൊക്കെ പറയുന്ന വേർഡ്സ് ഉണ്ട് അതില്. മൊഗർ എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഉണ്ട്. അപ്പോ അത് എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ, ഇതിൽ ചില ഡയലോഗ്സ് ഭയങ്കര ഡ്രാമാറ്റിക് ആവും ആ സ്ലാങ് ഇല്ലെങ്കിൽ. അപ്പൊ ഇത് ഡ്രാമാറ്റിക് ആവരുതല്ലോ, അതുകൊണ്ടാണ് അങ്ങനത്തെ പരിപാടി പിടിച്ചിരിക്കുന്നത്. പിന്നെ പാലക്കാടിന് ഒരു തമിഴ് കൾച്ചർ ഉണ്ട്. ആക്ച്വലി പാലക്കാടിന്റെ ആ ഒരു സൈഡിൽ ഭയങ്കര തമിഴ് കൾച്ചർ ഉണ്ട്. ഇപ്പം അതിൽ ഞങ്ങൾ പല സ്ഥലങ്ങളും ഷൂട്ട് ചെയ്തിട്ട് പാലക്കാട് തന്നെ. അവിടെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ അവരുടെ അമ്മ വേസ്റ്റ് വരുന്ന സ്ഥലത്ത് കളർ ഷാപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കളർ ഷാപ്പ് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്. അവിടെ പിന്നെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ. ഭയങ്കര എനർജി ഉള്ള ആൾക്കാരാ. ചേച്ചിമാർ, അമ്മമാരൊക്കെ ആണെങ്കിലും ഭയങ്കര എനർജിയാ.
അങ്ങനെ 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 അവന്റെ സംസാരം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആക്ച്വലി ഈ സിനിമയിൽ ഇതിന്റെ മീറ്റർ കുറച്ചിരിക്കുക. ശരിക്കും പാലക്കാട് സ്ലാങ് ഇതിപ്പോ പലരും കണ്ടു പറഞ്ഞു ഇതാണോ പാലക്കാട് സ്ലാങ്. ആക്ച്വലി ഇതല്ല പാലക്കാട് സ്ലാങ്. ഫീൽസ് ലൈക്ക് അത്രയും നോക്കിയുള്ളൂ. കാരണം ഇത് ബാക്കിയുള്ള ആൾക്കാരും കൂടെ കിട്ടണ്ടേ. പിന്നെ അത് ആർട്ടിസ്റ്റിനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവരും ഇപ്പൊ അവിടെ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാരല്ല. അവര് മാക്സിമം എടുത്തിട്ടുണ്ട് പാലക്കാടൻ പരിപാടി. അപ്പൊ അതിനൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് മൊത്തത്തില്. പിന്നെ ഒബിയസ്ലി ഇതൊരു തമിഴ് ബോർഡർ സൈഡിലാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തമിഴ് പെണ്ണ് വരുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ലോജിക്കലി വർക്ക് ആവും. ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പ്രേമത്തിന് തൂക്കി എന്ന് പറഞ്ഞിട്ട് വരും ആൾക്കാര്. ലൈക്ക് അത് ഫീൽ ചെയ്യും ആൾക്കാർക്ക്. അപ്പൊ അത് ഫീൽ ചെയ്യാൻ പാടില്ല. അത് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തെ വർക്ക് ആവുള്ളൂ. ആ ഐഡിയ ആക്ച്വലി തരുന്നത് ഷെബിൻ ബക്കറ. എടാ നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്യുന്നത് ബോർഡറിൽ ഒരു തമിഴ് പെണ്ണിനെ വെച്ചൂടെ. അപ്പൊ ഞങ്ങളും ഇങ്ങനെ ഈ പെങ്കൊച്ചിന്റെ ഡയലോഗ്സ് എഴുതിയെല്ലാം കുറച്ച് ഡ്രാമയുണ്ട്. മലയാളത്തിൽ കിടക്കുന്നുണ്ട്. കാരണം മോട്ടിവേഷൻ ആണല്ലോ പറയുന്നത്. എങ്ങനെ പോലും മോട്ടിവേഷനാ. അപ്പൊ ആലോചിച്ച സമയത്ത് ഷെബിനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുമായിരുന്നു ഇങ്ങനെ തമിഴാക്കാം. അപ്പൊ ഷെബിനൊക്കെ പറഞ്ഞു തമിഴാക്കി നോക്ക് അടിപൊളിയായിരിക്കും പറഞ്ഞു. അപ്പൊ നമ്മൾ തമിഴാക്കിയപ്പോ ആ ഏരിയ ക്ലീൻ ആയി. അതുകൊണ്ടാണ് അവിടെ ഡ്രാമ അടിക്കാത്തത്. അശോകന്റെ സംഭവം ഭയങ്കരമായിട്ട് സിങ്കായി. പുള്ളി ഇവരുടെ വെഡിങ് കല്യാണത്തിന്റെ സമയത്ത് പുള്ളി വന്ന് കയറുന്നതും പുള്ളി തിരിഞ്ഞ് നടക്കുന്നതും ഒക്കെ ഭയങ്കര രസമുണ്ട്. ഒരു വളരെ ഒറിജിനലുമാണ്, ഇല്ലാത്തൊരു രീതിയാണ്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി കാസ്റ്റിങ്ങിനെ കുറിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. അമ്മ ക്യാരക്ടർ ചെയ്ത് അവരുടെ ആണെങ്കിലും ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും ശരത് സഭ ആണെങ്കിലും, ശരത് സഭയ്ക്ക് നമുക്ക് അത്രയും ഓഫ്കോഴ്സ് ലോക വന്നു കഴിഞ്ഞപ്പോ പുള്ളി വേറെ ലെവലായി. പക്ഷെ അതിന് മുമ്പാണെങ്കിൽ പുള്ളി ചെയ്ത കാര്യങ്ങളും മെമ്മറബിൾ ആക്കി വെക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ മെമ്മറബിൾ ആണ്. ഈ കാസ്റ്റിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ബാക്കി. ആക്ച്വലി ഇത് എഴുതുന്ന സമയത്ത് ലോക്കായി കിടക്കുന്ന ഒരേ ഒരു കാസ്റ്റ് അശോകൻ ചേട്ടന്റെ. കണ്ണപ്പൻ എന്ന് ആര് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ കാസ്റ്റ് അശോകൻ ചേട്ടനിക്ക് വരാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പുള്ളി ഇന്ന് ഭയങ്കര റോങ് ആ. പുള്ളി പണിക്ക് പോകുന്നില്ല, സിനിമ കണ്ട് നടക്കുന്നു എന്ന്. റോങ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താ ഇയാൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ എന്ന് തോന്നി പ്രേക്ഷകൻ ചിലപ്പോൾ ദേഷ്യം വരാവുന്ന, അല്ലെങ്കിൽ അയാളൊരു അലസന പക്ഷെ ഇയാളോട് ക്യൂട്ടാ തോന്നുന്നുണ്ട്. സോ അത് ചില ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ആ ഫ്രീഡം ഉള്ളൂ. അപ്പോ ഇപ്പൊ പഴയ കാലഘട്ടത്തിലെ കുറച്ച് ആർട്ടിസ്റ്റുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടർ മാച്ചായി വരുന്ന അശോകൻ ചേട്ടനായിരുന്നു. ആ അശോകൻ ചേട്ടന്റെ ഫണ്ണൊക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ആവും എന്നൊരു തോന്നലുണ്ടായിരുന്നു അശോകന്റെ അടുത്തേക്കും. പിന്നെ അർജുൻ കഥ കേട്ട് കഴിഞ്ഞതോ അർജുന്റെ പരിപാടികൾ അർജുനും ഭയങ്കര ഹൈ ആവുന്നു, നമ്മൾക്കും ഭയങ്കര ചാർജ് ആവുന്നു. കാരണം ഇത് ചെയ്യാൻ പുള്ളി റെഡിയാണ് എന്ന് മനസ്സിലാവുന്നു. അർജുനിലേക്ക് അങ്ങനെ വരുന്ന ആക്ച്വലി അർജുനെ കാണിച്ചു തരുന്നത് ഷെബിൻ ബക്കറാണ്. അർജുനോട് പോയി കാണിച്ചു തരുന്ന സെൻസ് പറയുന്നത് പോയി കഥ പറയാം എന്നുള്ള രീതിയിൽ ഷെബിനൊക്കെയാണ് പറയുന്നത്. പിന്നെ വരുന്ന ഓരോ കാസ്റ്റും സന്ധ്യക്ക് വേണ്ടി ആക്ച്വലി ഞങ്ങള് ഒരുപാട് പെണ്ണുങ്ങളെ 1.5 വർഷത്തോളം ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ ഒരാളിനെ ചൂസ് ചെയ്യുകയും പക്ഷെ അയാള് കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോൾ വർക്ക് ആവുന്നില്ല. പിന്നെയാണ് രേവതി വരുന്നത്. രേവതി ആക്ച്വലി ഓഡിഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സെലക്ട് ചെയ്ത ആള് ഓക്കെ ആവാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും കാസ്റ്റിംഗ് കോൾ വിടുകയും ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ട്രിക്കി ഉള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ തമിഴ് പെണ്ണായിരിക്കണം, മലയാളി കൊച്ചാവാൻ പാടില്ല. ഐ മീൻ മലയാളി വന്നിട്ട് തമിഴ് പറഞ്ഞാൽ എങ്ങനെ വരും പിടിക്കും നമ്മുടെ ഓഡിയൻസ്. അപ്പൊ പ്രോപ്പർ തമിഴായിരിക്കണം. എന്നാൽ ഇയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ മലയാളം പറയുന്നത്, അതും ചെറിയ ചെറിയ മലയാളമല്ല, ആർഗ്യുമെന്റ്സാ നടക്കുന്നത്. ടക് 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 എന്നാണ് നടക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ഇത് കിട്ടണം. അപ്പൊ രേവതിന്റെ ഒരു പ്ലസ് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി കൊല്ലംകാരിയ, സെറ്റിൽഡ് ഇൻ ചെന്നൈ. സോ അവര് തമിഴ് സംസാരിക്കുന്നുണ്ട്, മലയാളവും അറിയാം. അങ്ങനെയാണ് രേവതിനെ. പിന്നെ നമുക്ക് ഓഡിഷൻസ് ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ഓഡിഷൻസ് ഉണ്ടായിരുന്നു. ആ ഓഡിഷൻസിൽ ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. നമുക്ക് ഫുൾ ഡേ ഇരുന്ന് നമ്മൾ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ആവുന്നു. അത് പരിപാടി ഓക്കെ രേവതിന്റെ കേസിക്ക്. പക്ഷെ സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ട് തന്നെ 2 വർഷത്തിനടുത്തായി, 2.5 വർഷത്തിനടുത്തായി. ആ 2.5 വർഷത്തിൽ ഒരു വർഷം കഴിഞ്ഞത് ഈ പെങ്കൊച്ചിന് വേണ്ടി തപ്പൽ തുടങ്ങി നമ്മള്. കാരണം
അടിപൊളിയാക്കണമെന്നുണ്ട്. എന്നിട്ടാണ് രേവതി വരുന്നത്. ആക്ച്വലി സന്ധ്യ സെറ്റായി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഷോട്ട് വെച്ച് കഴിഞ്ഞതും നമ്മുടെ ഒരു ഏറ്റവും വലിയ, കാരണം അത് പാളി എല്ലാം പാളും. കാരണം അതിലൊരു സ്ട്രോങ് ലവ് ഉണ്ട്. ഇനി വരുന്ന അടുത്തതാണ് അമ്മ. ഒരു നോട്ടം പോലും നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അതാ ഞാൻ പറഞ്ഞത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു സംഭവം വളരെ സിങ്ക് ആയിട്ട്, ഐ മീൻ ഒരു കൊമേഴ്സ്യൽ മൂവിയുടെ ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്. നമ്മളൊരു ഒരു എസ്തറ്റിക് രീതിയിലേക്ക് അത്ര നോക്കണോ എന്നുള്ളതില്ലല്ലോ കേട്ടോ ഞാൻ. പക്ഷെ അതെ നമ്മൾ ഇരുന്ന് അവിടെ ഇമോഷൻസും അവരുടെ ഒരു നോട്ടവും അവർക്ക് കിട്ടുന്ന ഒരു ഹൈയും ഒക്കെ വളരെ, എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റ് കാസ്റ്റ് പുള്ളിക്കാരൻ രേവതിയാണെന്ന് തോന്നുന്നത് ഇതില്. അതെ 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 രേവതി പക്കയായിരുന്നു ആക്ച്വലി. എല്ലാ സീനും ഭയങ്കര ഐക്യോ, ഭയങ്കര ക്യാച്ച് ചെയ്യും. എന്താണ് പറയുന്നത്, ഇതാണ് ചെയ്യുന്ന, അപ്പൊ ഇതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. പിന്നെ സ്ക്രിപ്റ്റ് അറിയാം, ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനപ്പുറം എന്ത്, അതിനപ്പുറം എന്തൊന്നും സെറ്റിൽ വന്ന് ചർച്ചയില്ല. അറിഞ്ഞോണ്ടാ വരുന്ന അവിടെ വെച്ച് ഇംപ്രവൈസേഷൻ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ എല്ലാ ആർട്ടിസ്റ്റുമായിട്ട്, അതാ പറയുന്നത്, ഇതിൽ ഏറ്റവും ഞാൻ വലിയൊരു പരിപാടി ഞാൻ കാണുന്നത്, കിഡിലൻ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ വൻ ഹാപ്പിയാവും. ഒരു 10 ദിവസം കഴിഞ്ഞതും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി നമുക്ക് എന്താ വേണ്ടേ. പിന്നെ പോയിട്ട് വലിയ ഡയലോഗ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു നോട്ടം ഒക്കെ ഉണ്ട്. അപ്പൊ അർജുനും ഞാനും തമ്മിൽ ഒരു നോട്ടം ഉണ്ടല്ലോ, വർക്കായില്ല അപ്പൊ വേറെ പരിപാടി പിടിക്കാം. അല്ലാതെ പോയി എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അർജുന് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഫീഡിങ്ങും അർജുനും കൂടെ തിരിച്ച് ഡിസ്കഷൻസ് എല്ലാം നടന്നിട്ടുണ്ടെങ്കിലും ഒരു ടൈം കഴിഞ്ഞപ്പോ എല്ലാം മൈൻഡ് വഴിയായി. അത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ രേവതിന്റെ കേസിലേക്കും അങ്ങനെ തന്നെ. രേവതി കൊണ്ട് ഒന്ന് നോക്കും, ഓക്കെ ടേക്ക്, നമുക്ക് ഒരു സാധനം ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താ. ഇനി കാസ്റ്റിങ്ങിന് വരുമ്പോ അമ്മയുടെ കാസ്റ്റിംഗ്, അത് അടുത്ത ഭയങ്കര ടഫ് കാസ്റ്റിംഗാ. കാരണം ഒരമ്മ വേണം. അമ്മ ഓടിച്ചാടി വണ്ടി കയറി ഓടുന്ന ഭയങ്കര വർക്കിംഗ് ആയിട്ടുള്ള ഒരാളെന്ന് ഫീൽ ചെയ്യണം. കുട എടുത്തിട്ട് വെക്കുന്നു, വെള്ളം കൊണ്ടുപോകുന്നു. അപ്പോ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ചിലവർക്ക് അതിനുള്ള അവസ്ഥയിലല്ല ഇപ്പൊ ചില ആളുകൾ നിൽക്കുന്നത്. പിന്നെ ചില ഓപ്ഷൻസ് വെക്കുമ്പോൾ നമ്മൾ തന്നെ ചില ഓപ്ഷൻസ് വെക്കുമ്പോൾ ആക്ച്വലി ക്ലീഷ ആയി പോകുന്നു. ഇത് പ്രഡിക്റ്റബിൾ കാസ്റ്റിംഗ് ആണല്ലോ, ഇതിൽ എന്താണ് പുതുമ. അങ്ങനെയാണ് ഒരു ലാസ്റ്റ് ഡേ ഒക്കെ. ഇപ്പൊ ഇത് കാസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഞാനും നമ്മുടെ എഡീസും റൈറ്റേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാ. എപ്പോഴും ഡിസ്കഷൻസ് ഉണ്ടാവും പ്രീ പ്രൊഡക്ഷൻ സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അവര് ഓരോ സാധനം കൂടെ അവര് കൊണ്ടുവന്നാണ് ദേവദർശിനി. ഇതിൽ വർക്ക് ചെയ്ത ഋഷി എന്ന് പറയുന്ന അസിസ്റ്റന്റ് ആണ് ഇങ്ങനെ ദേവദർശിനി മാം എന്നുകൊണ്ട്. അപ്പൊ എനിക്ക് അറിയാം, ഞാൻ കുറെ തമിഴ് സിനിമകൾ കണ്ടുകൊണ്ട്, പക്ഷെ ഓർമ്മയിലും നമ്മൾ വരുന്നില്ല. പക്ഷെ ഋഷി അത് പറഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളി. എന്നിട്ട് ദേവദർശിനി മാമിനെ അപ്പൊ തന്നെ നമ്പർ എടുത്ത് ഫോൺ വിളിച്ച് കാര്യം പറയുന്നു, പുള്ളിക്കാരത്തി ഓക്കെ ഒന്ന് സെറ്റ്. അങ്ങനെ ആ കടമയും കഴിഞ്ഞു. പിന്നുള്ളതാണ് ഫ്രണ്ട്സിന്റെ ക്യാരക്ടർ. ഫ്രണ്ട്സിന്റെ ക്യാരക്ടർ കഴിയുമ്പോൾ 4 പേരും 4 വിധ. ഈ പൊടി എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾറെഡി നമ്മൾ ഓഡിഷൻ വഴി എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 സുധീഷ് അയ്യരിന്റെ വിഷ്ണു രഘു. അപ്പോ വിഷ്ണു രഘുവിനെ ആക്ച്വലി ഞാൻ ആക്ച്വലി റാഫി വരുന്നതിന് മുമ്പ് ഞാൻ ചന്തുവിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി പോകുന്നത്. റാഫിക്ക് മുമ്പ് ചന്തുവിന്റെ കഥ പറയാൻ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് തന്നെ വിഷ്ണുവിനെ പരിചയപ്പെട്ടു. കാരണം ഇവര് ഫ്രണ്ട്സാ. അപ്പൊ വിഷ്ണു ഇങ്ങനെ മറ്റേ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി കൈ തന്ന് ഇങ്ങനെ ജസ്റ്റ് മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട്, പാലക്കാടൊക്കെ അറിയാന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയുന്ന. കൈ തന്ന് പോയിട്ടാണ് ഇങ്ങനെ എന്തുകൊണ്ട് അപ്പോ എന്റെ റൈറ്റർ തന്നെ ഉണ്ട്, അപ്പോണ് വേണ്ട ഇങ്ങനെ വിഷ്ണു രഘു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമുക്ക് നോക്കി ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇവനെ. അങ്ങനെ വിഷ്ണു രഘുവിനെ സെറ്റ് ചെയ്യും. പിന്നെ മനോജ് മോസസിന്റെ ക്യാരക്ടറിന്റെ പേര് മിന്നൽ എന്നാ. സോ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ വേണം. കുറച്ച് ഇത്തിരി ജിമ്മൊക്കെ ആയി ഭയങ്കര മൂവ്മെന്റ്സ് ആയിരിക്കണം. അവന്റെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ തീക്കല്ലിന്റെ കൂടെ ഓടുമ്പോൾ ബും എന്നിട്ട് ഓടുമ്പോൾ ഇവൻ വിശ്വസിക്കണം അവൻ ചെയ്യുന്നു. അങ്ങനെയാണ് മലൈക്കോട്ടെ വാലിബലില് ഈ പുള്ളി ഉണ്ടായിരുന്നു. ഇവന്റെ റീൽ ആദ്യം കാണുന്നത്. അങ്ങനെ മനോജ് മോസസ് വന്നു. പിന്നെ എന്താണ് റാഫി വരുന്നത്. ചന്തുവിന് കുറച്ച് ഡേറ്റ് ഇഷ്യൂ തന്നെ നമ്മൾ അടുത്തൊരാളിനെ റീപ്ലേസ് ചെയ്യണം. ആര്യ സമയത്ത് ഷെമിനിക്ക വേണമെങ്കിൽ റാഫി ഉണ്ട്, പുള്ളിന്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ റാഫി അതിന് സെറ്റായി. പിന്നെ സഭയിലേക്ക് വരാനുള്ള മെയിൻ കാരണം സഭേന്റെ ഒരു വേറൊരു ഏരിയ ഉണ്ട്. സഭയ്ക്ക് ഭയങ്കര ഒരു പാവം ഏരിയ ഉണ്ട്. ഇപ്പൊ എല്ലാവരും അയാളുടെ ഹ്യൂമർ ഏരിയ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പാവം ഏരിയ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളീനെ മീറ്റ് ചെയ്ത സമയം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സഭേന്റെ ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. സഭ അതില്
ഫസ്റ്റ് കോസ്റ്റ്യൂം ഇട്ട് വന്ന് നിന്ന പോയിന്റ് തന്നെ സെറ്റ് ആയിരുന്നു. അങ്ങനെയാണ് സഭയുടെ ജ്യോതിഷിന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച കൊച്ചു ആക്ച്വലി ഓഡിഷൻ വന്നത്. ആതിര എന്ന പേര്. പക്ഷെ ഓഡിഷൻ ഞാനില്ല അവിടെ. ഞാൻ അന്നില്ല. ഞാൻ എന്തോ വേറൊരു പരിപാടിക്ക് പോയി. ഓഡിഷൻ ചെയ്യുന്നത് അക്ഷയ പ്രസന്നൻ, അപ്പു, ഇവരൊക്കെയാണ് ഓഡിഷൻ ചെയ്യുന്നത്. തിരിച്ചു വന്ന് ഓഡിഷൻ ഫുട്ടേജ് കണ്ടപ്പോ എനിക്ക് വർക്കായില്ല. പക്ഷെ ഇവര് ഭയങ്കര ചൂടായി. ഇവര് പറഞ്ഞു, കിടിലം കൊച്ചാ, ഇതിനെ കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഡയറക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അവരെ വിശ്വസിച്ചിട്ട് രണ്ടാമത്തെ ദിവസം പുള്ളിക്കാരത്തിനെ വിളിപ്പിച്ച് ഓഡീഷനൊക്കെ ചെയ്ത സമയത്ത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്ത് അടിപൊളിയാ ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യില്ല വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിന് പണിയുണ്ട്. പല 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 ഇമോഷൻസും ഉണ്ട്. അത് ചെറിയ ഇമോഷൻസാ. അത് പ്രേക്ഷകന് കിട്ടണമല്ലോ. പക്ഷെ ഇതൊരു ഫ്രഷ് ആള് ചെയ്യുമോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് റീകൺഫേം ചെയ്തേ. അങ്ങനെയാണ് പുള്ളിക്കാരത്തി വരുന്നത്. പിന്നെ കുറെ പേരുണ്ട് ഇതില്. ഡയറക്ടറായി അഭിനയിച്ച സാം ആക്ച്വലി 12th ഫെയിലില് കളക്ടറായിട്ട് അഭിനയിച്ച ആളാ. അപ്പൊ 12th ഫെയിലില് കണ്ടിട്ട് എഡീസ പറഞ്ഞു, ഇയാള് മലയാളിയാ, നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻസ് ആണ് പറയുന്നത്. അങ്ങനെ വന്നു. പിന്നെ അഭിറാമേട്ടൻ എല്ലോ ഓപ്ഷൻ ആയിട്ട് വന്നത്. കാരണം അഭിരാമേട്ടനെ കാണുമ്പോ തന്നെ ക്രുക്ഡ് ആണെന്നൊരു സാധനം കിട്ടണം. അപ്പൊ എന്നാൽ അയാള് അഭിരാമേട്ടൻ ചെയ്ത എല്ലാം ഹ്യൂമേഴ്സാ. അപ്പൊ വരുമ്പോ ആദ്യം ഒരു ചിരിയൊക്കെ വന്ന് ഇവൻ പണിയാണല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാക്കണം. കാരണം ഇവൻ തല്ലെന്ന് പ്രതീക്ഷിക്കരുതല്ലോ. ഇവൻ അടിക്കുന്ന ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്ന കാസ്റ്റ് ആവാൻ പാടില്ല. അങ്ങനെയാണ് ആ കാസ്റ്റിലേക്കൊക്കെ വരുന്നത്. ഓർക്കുമ്പോ വീണ്ടും വീണ്ടും രസമുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ അപ്പുവിന്റെ പേര് പറഞ്ഞു, ക്രൂ ഒരുമിച്ച് ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളുടെ ഈവൻ ഈ 10 ദിവസത്തെ സംഭവം എന്ന് പറയുന്നത് ഫിലിം കാണുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സിങ്ക് ഭയങ്കരമായിട്ടുണ്ട്. പല പല സിനിമകളിലും നമ്മളെ എനിക്ക് തോന്നുന്നു അവര് വർക്ക് സെറ്റില് അത്രയും കൊടുത്തും വാങ്ങിയും ഉള്ള ആളുകളാണെങ്കിൽ ഔട്ട്പുട്ട് നന്നാവുന്ന ഒരു സംഭവം പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ന്റെ കാര്യത്തില് എങ്ങനെയായിരുന്നു അവരായിട്ടുള്ള ഡിസ്കഷൻ? പിന്നെ വർക്ക് ചെയ്യുന്ന എഡിറ്റർ ആണെങ്കിലും ഇപ്പൊ അപ്പുവിന്റെ പേര് പറഞ്ഞു. സോ ഹൗ വാസ് ദാറ്റ്? ഇതൊരു 10 ഡ്രാഫ്റ്റ് കുറച്ച് ഡ്രാഫ്റ്റ് എഴുതിയതിനു ശേഷം ഈ സിനിമ എൻ്റെ കോൺഫിഡൻസ് എന്റെ പോവുക. കാരണം ഇത് ഇനി വർക്ക് ആവില്ല, ഈ ടൈം കഴിഞ്ഞു. ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിലൊരു പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകൾ അങ്ങനത്തെ ഒരു സിനിമകളല്ല എന്നൊരു തോന്നൽ വന്നിട്ട് ഞാനിത് നിർത്തി. ഞാൻ വേറെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പു എന്റെ കൂടെ മുമ്പ് ഫസ്റ്റ് പടത്തില് സെക്കൻഡ് പടത്തില് ഗീതു ചേണ്ടില് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അപ്പുവിന്റെ പരിപാടികൾ എനിക്ക് കണക്റ്റാ. എനിക്ക് അവന്റെ പരിപാടികളെല്ലാം കണക്ട് ആയതുകൊണ്ട് ഞാൻ അപ്പുവിനെ വിളിച്ചു, നമുക്കൊരു പുതിയ സ്ക്രിപ്റ്റ് എഴുതാം, ഒരു ഹ്യൂമർ സബ്ജക്ട്, ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സാധനം എഴുതാം എന്ന് പറഞ്ഞ് ഞാനും ഒപ്പം കൂടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സാധനം എഴുതിയ സമയത്ത് ഇത് വൺ സ്കെയിൽ, വലിയ സ്കെയിൽ, ഇത് ഓണാവുന്നില്ല. ഒരു രക്ഷയില്ല. കാരണം അത് ഇത്തിരി എന്താ പറയാ, ഒരു വട്ട് പരിപാടി കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന പരിപാടിയാ. അപ്പൊ ഞങ്ങൾ ആകെ പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോ നമുക്ക് മറ്റേ പഴയ സിനിമയിൽ അപ്പൊ ലൈക്ക് എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ ഈ ജിയോ ചേട്ടനും എബിൻ ഷൈനും എല്ലാവർക്കും ഇതിന്റെ കഥ അറിയാം. അപ്പൊ ഇവർ ചോദിക്കാൻ തുടങ്ങി, എടാ പാണ്ട സബ്ജക്ട് എന്തായി, നീ എന്താ ഇതൊക്കെ പിടിച്ചു കിടക്കുന്നത്, പാണ്ട ചെയ്യുന്നില്ലേ? അപ്പോ ഞാനിങ്ങനെ വന്നിട്ട് ഞാൻ എന്റെ പാർട്ണർ അക്ഷയന്ത് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ സബ്ജക്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, അപ്പൊ ഷെബിനിക്കും ലൈക്ക് എന്തായി എന്നുള്ള ഫോളോ അപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഷെബിനിക്ക് ഇതിൽ നമുക്കൊരു ഹൈ വരാത്തോണ്ട് ഞാൻ വേറെ കഥകൾ പറയാൻ തുടങ്ങി ഷെബിനിക്കകത്ത് എഴുതി പോയ ശേഷം. അപ്പൊ ഇവള് പറഞ്ഞു, അങ്ങനെയല്ല, അതിലൊരു പരിപാടി ഉണ്ട്, അതൊരു യൂണിവേഴ്സലായി ചെയ്താൽ ലൈക്ക് ഇവിടുത്തെ പിള്ളേർക്ക് കുറച്ച് മോട്ടിവേഷൻ കിട്ടിയാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പുവിന്റെ അടുത്ത് പറഞ്ഞു, അപ്പു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സബ്ജക്ട് ഒന്ന് എഴുതാൻ എന്റെ കൂടെ ഇരിക്കുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാനും അപ്പും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോയിട്ട് ലൈക്ക് അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ ആദ്യം എഴുതിയ ഡ്രാഫ്റ്റ് ആക്ച്വലി അതിന്റെ ക്ലൈമാക്സ് ആണ് ഇതിന്റെ ഇന്റർവെൽ. ഇപ്പൊ അതിന്റെ അങ്ങനെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് കണ്ടന്റ് ലോഡ് ചെയ്ത് ലിറ്ററലി കഥ പറക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ അപ്പു എഴുതുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറെ ഇരുന്ന് എഴുതി. ലൈക്ക് ഞങ്ങൾ 49-50 ഡ്രാഫ്റ്റ് ഈ സിനിമ ഒരു 1.5 വർഷം ഇരുന്ന് എഴുതുക. അങ്ങനെ ഇരുന്ന് എഴുതി. കാരണം എഴുതുമ്പോ
പുതിയ പരിപാടി വരുന്നില്ല. ലൈക്ക് ഇവിടെ ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യും, കാരണം അതൊരു ഫീൽ ഗുഡ് ഫിലിമാ. ഇത് ആളുകൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈസിയാ. എന്താ അപ്പൊ അവസാനം നടക്കുക, അവൻ ആക്ടർ ആവും. അവൻ എങ്ങനെ ആക്ടർ ആവുന്നു എന്നുള്ളതിലേ കഥയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്ന് അപ്പുവിന്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ വരുന്നത് ഷൂട്ടിലേക്ക് വരുമ്പോൾ ആർട്ടിസ്റ്റുകളായിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിന്റെ വിഷ്വലും പരിപാടിയും എല്ലാം നമ്മൾ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നു അത് ക്യാപ്ചർ ചെയ്ത് പോവുക. അല്ലാണ്ട് ഇതിലേക്ക് ഒരു എന്താ പറയുക, ഒരു അറ്റംപ്റ്റ് അങ്ങനത്തെ ഒരു പരിപാടി അല്ലല്ലോ. കാരണം പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടാവുക, പ്രോപ്പർ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുക, ദെൻ ഇതിന്റെ തേർഡ് പാർട്ട് മ്യൂസിക് സെക്ഷനിലേക്ക് വരിക. സോ ഇലക്ട്രോണിക് കിളി ഫസ്റ്റ് എഡിറ്റിലേക്ക് വരാം. എഡിറ്റ് രാഹുൽ രാധാകൃഷ്ണനാണ്, മഹേഷന്റെ അസോസിയേറ്റ് ആയിരുന്നു പുള്ളി മുമ്പ്. അപ്പൊ രാഹുല് നമ്മള് ചെയ്തു വന്ന സാധനത്തിൽ ഇപ്പൊ പ്രെഡിക്റ്റ് വരുന്ന ഷോട്ടുകളിൽ പ്രഡിക്ഷൻ വരും. ഇപ്പൊ ആക്ച്വലി സന്ധ്യ അവനെ പ്രപ്പോസ് ചെയ്ത് എന്താണ് വിട്ടിട്ട് പോവില്ല എന്ന് പറയും. അപ്പൊ ശരിക്കും ഷോട്ട് ഓൺ സ്ക്രിപ്റ്റ് ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന പാണ്ട എന്നുണ്ട്, ആ ഷോട്ട് ഉണ്ട്. പക്ഷെ ഇവന് ഈ ഷോട്ട് വെക്കുന്നില്ല. രാഹുൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എടാ ഇത് പ്രെഡിക്റ്റാ, അവനത് അന്തം വിട്ട് നിൽക്കുന്ന നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. എന്നിട്ടാണ് അവൻ ഒരു ജംപ് കട്ട് അടിക്കുന്നുണ്ട്, നേരെ പോയിട്ട് ഡോറ് തുറക്കുമ്പോ ഇവൻ അന്തം വിട്ട് വെക്കും. അപ്പൊ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടിയില്ല. ലൈക്ക് അത് കിട്ടിയത് കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. സോ അവൻ അങ്ങനത്തെ എന്താ പറയാ, ഭയങ്കര ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ ആ സിനിമനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ചസ് അവൻ കൊണ്ടു തന്നു. മ്യൂസിക് ആണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സ്ക്രിപ്റ്റിൽ മ്യൂസിക് വെച്ചിട്ട് എഴുതി പോയിക്കണേ. ഇവിടെ മ്യൂസിക് പോയിന്റ്, റെഫറൻസ് മ്യൂസിക് അടക്കമുണ്ട് നമ്മുടെ പരിപാടിയിൽ. കിളീന്റെ അടുത്തേക്ക് പോകുമ്പോ ഈ റെഫറൻസിന് അവൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതൊരു കിടിലൻ പരിപാടി. അതായത് നമ്മൾ കാണാത്ത മ്യൂസിക് പോയിന്റ്സ് അവൻ കണ്ട് വർക്ക് ചെയ്യും, ഭയങ്കര രസമായിട്ട്. നമ്മൾ 100 പ്രതീക്ഷിക്കുമ്പോൾ അവൻ 200 തരും. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ, അതായത് ഇതിന്റെ ക്ലൈമാക്സ് സെറ്റ് ഉണ്ട്. ഓക്കെ, ക്ലൈമാക്സ് ഒരു റൗണ്ട് BGM ചെയ്തിട്ട് എന്താ പറയാ, അത് വേറൊരു പെർസ്പെക്റ്റീവ് ചെയ്ത് ആക്ച്വലി അത് അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. മഹേഷനെ കണ്ടു പറഞ്ഞിട്ട് അതിന് നിങ്ങൾ പറയുന്ന വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ കിളി രണ്ടാമത് മ്യൂസിക് ചെയ്യുക. അപ്പൊ ഇത് ക്യൂബിൽ കയറ്റണം. അപ്പൊ 2 days 3 days എന്തൊക്കെ ഉള്ളൂ ഇതിന്റെ പരിപാടികൾക്ക് ടോട്ടൽ ബാലൻസ്. അപ്പൊ 3 days ഇത് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് തലവര മാറുമോ എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. കിളീന്റെ അവിടെ മ്യൂസിക് കണ്ട് ഞാൻ തിരിച്ചിറങ്ങിയതും പറഞ്ഞു തലവര മാറുമ്പോൾ ഞാൻ ഗ്രൂപ്പ് ചേഞ്ച് മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കോൺഫിഡൻസ് എഴുതുന്ന പരിപാടിയാ അവന്റെ. അപ്പൊ ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത 3 പാട്ടാണ്. ഒന്ന് എഡിറ്റിംഗ്, പറയാൻ വിട്ടുപോയ ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പറയാൻ വിട്ടുപോകുന്ന സാധനങ്ങൾ. ലിജു പ്രഭാകറാണ് ഇതിന് DOP, സോറി DA ലിജു ചേട്ടനാണ് ഇതിന് DA. ഈ മേക്കപ്പ് ആക്ച്വലി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫേസിലെല്ലാം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാണ്ട് മേക്കപ്പ് വീട്ടിലേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊരു പൗഡർ ഫീൽ ഉണ്ട്, ക്യാമറയിൽ അത് കാണാൻ പറ്റും. അപ്പൊ ഈ പൗഡർ ഫീൽ മാറ്റിയെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ട്രാക്ക് ചെയ്ത് സ്മൂത്ത് ചെയ്യണം. സോ ഇത്രയും ഷോട്ട് അറൌണ്ട് 150 മേലെ വരുന്ന ക്ലോസ് ഷോട്ടുകൾ ചെയ്യുക എന്ന് പറയുന്നത്, VFX ചെയ്യുക പറഞ്ഞാൽ വൻ ബഡ്ജറ്റാ. പക്ഷെ ലിജിച്ചേട്ടൻ ഇത് DAയിൽ വെച്ച് ട്രാക്ക് ചെയ്ത്, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ക്ലോസ് ഷോട്ട് മാത്രമല്ല, പുള്ളി ഇരുന്ന് പണിയെടുത്തിട്ട് പുള്ളി DA പ്ലസ് ഇതിനെ മാക്സിമം. ഞാൻ ലീജേട്ടൻ ചോദിച്ചു, ലീജേട്ടാ അത് CG ചില ഷോട്ടുകൾ ഡൗട്ട് വന്നിട്ട് ഞാൻ ലീജേട്ടൻ ചോദിക്കും CGക്ക് വിടണോ ലീജേട്ടാ? ലീജേട്ടൻ പറയും അഖിലേ വേണോ വേണ്ട. അപ്പൊ ഞാൻ ചോദിക്കും ലീജേട്ടന് ഉറപ്പാണോ? എടാ എനിക്ക് ഉറപ്പാ. ലീജേട്ടന് ഉറപ്പാണെങ്കിൽ എനിക്ക് ഉറപ്പാ. അമ്മാതിരി വിശ്വാസാ പുള്ളിയോട്. അതും ഭയങ്കര സംഭവമായിരുന്നു. അത് ലീജേട്ടൻ സെറ്റ് ചെയ്ത് തന്ന പരിപാടി അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ അതിന് DOP ആണെങ്കിലും ശരി, നമുക്ക് എന്താ വേണ്ട എന്ന് പുള്ളി കൃത്യമായിട്ട് അറിയാം. പ്രീ പ്രൊഡക്ഷനിൽ അങ്ങനെ ഇരുന്ന ഒരാളാ, എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ട് അറിയാം. അപ്പൊ അതിലും നമുക്ക് ടെൻഷൻസ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അടുത്തത് എന്താന്നുള്ളത് കൂടി പറയാം നമുക്ക്. പിന്നെ സത്യം പറഞ്ഞാൽ അടുത്തതിന്റെ ഒരു എഴുത്ത് നടക്കുന്നു, അടുത്ത പരിപാടിന്റെ എഴുത്ത് നടക്കുക. അതിപ്പോ പറയുന്ന ലെവലിലേക്ക് ആയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനും അപ്പം കൂടെ വർക്ക് ചെയ്ത് വെച്ച മറ്റേ സ്ക്രിപ്റ്റ് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി, അത് ഓണാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റേജിലാണ് നിൽക്കുന്നത്.
നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഇപ്പോ വേൾഡ് സിനിമ എടുത്താലും മലയാളത്തിൽ നിന്ന് എടുത്താലും അങ്ങനെ എന്തെങ്കിലും അഖിലിന് ലൈക്ക് വീണ്ടും കാണണം തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന സിനിമകള്, അതിന്റെ ഒരു റീസൺ കൂടി പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. നല്ലപോലെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സിനിമകളിൽ നിന്നാണ് എപ്പോഴും സിനിമകൾ ഉണ്ടാവുന്നത് എന്നാണ് എന്റെ എക്സ്പീരിയൻസ്. കാരണം സിനിമകൾ കണ്ടാണ് എനിക്ക് സിനിമകൾ താല്പര്യം വരുന്നത് ചെറുപ്പം മുതൽ തന്നെ. ഞാൻ ആക്ച്വലി ചെറുപ്പത്തിലെല്ലാം കണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ വിജയിന്റെ, അവിടെ പാലക്കാട് ആയതുകൊണ്ട് തമിഴ് സിനിമകൾ ഭയങ്കര റിലീസും റീ റിലീസും നടക്കുന്ന സമയം അവിടെ എല്ലാം. ഭാഷ, രജനി, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട തമിഴ് സിനിമകളാണ്. പിന്നെയാണ് ഞാൻ സിനിമകളിലേക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ പുറത്തുള്ള സിനിമകൾ കാണുന്നത്. ഓക്കെ, എനിക്ക് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രിയദർശൻ സാറിന്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ എഡിറ്റിങ്ങും സൗണ്ട് ഡിസൈനിങ്ങും ഹ്യൂമേഴ്സും റൈറ്റിങ്ങും എല്ലാം അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന സംഭവമാണ്. രണ്ടാമത് ഇപ്പൊ പുറത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പം ടറന്റിനോ ഏറ്റവും കൂടുതൽ. ടറന്റിനോന്റെ ജാങ്കോ അൺചെയിൻഡ്, ഇൻഗ്ലോറിയസ് ബസ്റ്റർഡ്സ്. ആക്ച്വലി ഇൻഗ്ലോറിയസ് ബസ്റ്റർഡ്സിൽ ഒരു ബാർ സീക്വൻസ് ഉണ്ട്, ഒരു വെടിവെപ്പ് സീക്വൻസ്, മറ്റേ ഗൺഫയർ ചെയ്യുന്ന. അതാണ് മറ്റേ അർച്ചനയിലെ അവള് തോക്ക് കയറി വീട്ടില്. ഐ മീൻ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് അവിടേക്ക് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ടറന്റിനോന്റെ എല്ലാ സിനിമകളും, ഓഫ് കോഴ്സ് ഹേറ്റ്ഫുൾ എയ്റ്റ് എല്ലാം, ഡെത്ത് പ്രൂഫ് എല്ലാ സിനിമകളും എപ്പോ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് കാണാം, വീണ്ടും വീണ്ടും കാണാം. അതേപോലെ തന്നെ ഡെന്നീസ് വില്ലിനി, സിക്കാരിയോ, പുള്ളിന്റെ കുറെ പ്രിസണേഴ്സ്, ആ സിനിമകളും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് തീരുമാനിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു സിംഗിൾ ജോണറിൽ പോയിട്ട് ചാടരുത്, എനിക്ക് എല്ലാ ജോണേഴ്സും ചെയ്യാൻ നോക്കണം. ഇപ്പൊ അടുത്ത സിനിമ ഒരു കാരണവശാലും ഫീൽ ഗുഡ് ആവരുത്. കാരണം ഇപ്പൊ അർച്ചനെ സംബന്ധിച്ച് അർച്ചന ഒരു ലേശം ക്വിക്കിനെസ് ഉള്ള പടം. ഗീതോൻ ചെണ്ടിലേക്ക് വരുന്ന സമയത്തും അതിൽ ആ സംഭവം ഉണ്ട്. പക്ഷെ അതുപോലെ ആവരുത് തലവര കുറച്ചും കൂടെ സെമി റിയലിസ്റ്റിക് പടമാണ്. അപ്പോ ജോണേഴ്സ് മാറിക്കൊണ്ടേ ഇരിക്കണം എന്നൊരു ഇതുണ്ട്. മേക്കിംഗ് എപ്പോഴും ഒരേ കൈൻഡ് ഓഫ് മേക്കിംഗ് വരരുത്, ഡിഫറെന്റ് മേക്കിങ്സ് വരണം. അപ്പൊ ഇതെല്ലാം കിട്ടുന്നത് ഇപ്പൊ ടറന്റിനോന്ന് നമ്മൾ ഇൻസ്പയർ ആവുന്നുണ്ട്, ഡെനിസ് വില്ലിനിന്ന് ഇൻസ്പയർ ആവുന്നുണ്ട്, ക്രിസ്റ്റഫർ നോളന്ന് ഇൻസ്പയർ ആവുന്നുണ്ട്. ഇപ്പൊ ഇറാനിയൻ കുറെ സെപ്പറേഷൻസ് വേണ്ട സിനിമയുണ്ട്. അപ്പൊ അതിനെല്ലാം ഇൻസ്പിറേഷൻ ഉണ്ട്. സെപ്പറേഷൻ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പിന്നെ ഗല്ലി ബോയ്, 12th ഫെയില് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ, ദങ്കൽ, ലഗാൻ, അങ്ങനെ സിനിമകൾ കുറെ. പിന്നെ തമിഴ് കുറെ സിനിമകളുണ്ട്. സിനിമകൾ കുറെ ഉണ്ട്. ഞാൻ ഈ കൊറോണ സമയത്ത് ഞാൻ ആക്ച്വലി ഇരുന്ന സിനിമ കാണായിരുന്നു, കൊറിയൻ ഫിലിംസിക്കൊക്കെ വരുമ്പോ ഞാൻ അങ്ങനെ സിനിമ കണ്ട് കരയുന്നത് കുറവാ. നമ്മൾ സിനിമ കണ്ട് കരയില്ലല്ലോ. സിനിമ കണ്ട് ലാസ്റ്റ് കരയുന്ന ഒരു കൊറിയൻ പടം കണ്ട, സെൽ നമ്പർ എന്ന് പറഞ്ഞൊരു, അതൊരു സെൽ 17 അങ്ങനെ എന്തോ കൊണ്ടൊരു സിനിമ, ഒരു രക്ഷയില്ല, കരയും നമ്മളത്. അത് നല്ല രസം. ഒരച്ഛൻ സെല്ലിൽ കിടക്കുന്നു, ഒരു കൊച്ചുണ്ട്, അച്ഛൻ ഇത്തിരി ഓട്ടിസ്റ്റിക് ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അത് ഭയങ്കര രസം. അത് ഇംഗ്ലീഷിൽ ഒരു റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊറിയൻ ഫിലിംസും കാണാറുണ്ട്. ബേസിക്കലി പ്രിയദർശൻ, ടറന്റിനോ, ഡെന്നിസ് വില്ലിനി, ക്രിസ്റ്റഫർ നോളൻ, അങ്ങനെ റോക്ക് സ്റ്റാർ. പിന്നെ കുറെ ഡയറക്ടേഴ്സിന്റെ പേരൊന്നും അറിയില്ല, കുറെ സിനിമകൾ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഡയറക്ടർ ഒന്നും നോക്കിയില്ല, സിനിമ കണ്ടുപോകും. ഈ തലവരയുടെ കേസിൽ ആദ്യം വന്നത് എന്തായിരുന്നു? ഈ വിറ്റിലിഗോ ആണോ, ഇൻസ്പിറേഷൻ ആണോ? കുറെ ഇതിലേക്ക് പറയാം, അതേസമയം സിനിമാറ്റിക് ഒരു റിഥം ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒരു ബാലൻസ് എന്നുള്ള നിലയ്ക്ക് ചോദ്യം ഇത്രയേ ഉള്ളൂ. തലവരയുടെ ആദ്യത്തെ ഇതിനൊരു ജീവൻ ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ തലവരയുടെ സ്പാർക്ക് എന്തായിരുന്നു എന്ന് ചോദിക്കാം. ഷെയ്മിങ് തന്നെയായിരുന്നു ആക്ച്വലി. ഫസ്റ്റിന്റെ അതിന്റെ ഒരു ഇനീഷ്യൽ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു ടൈമില് നമ്മുടെ സിനിമകളെല്ലാം പൊളിറ്റിക്കലി വരുന്ന കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, അതായിരുന്നു അന്ന് സിനിമയുടെ ട്രെൻഡ്. ഒരു ടൈമിൽ വരുന്നതെല്ലാം ഇപ്പൊ തപ്പട് വരുന്നു, നമ്മളെപ്പോഴും റിവ്യൂസ് വരുന്നു, നമ്മളത് കാണുന്നു. ഒരു സിനിമയെ കുറിച്ച് ഇത്രയും സംസാരിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുക. അത് പക്ഷേ മാസ സിനിമകൾക്ക് സംസാരങ്ങളൊന്നും വരുന്നില്ല. അപ്പോ കുറെ സിനിമകൾ വന്ന സമയത്ത്
ഈ ഇതില് പറയുന്ന പൊളിറ്റിക്സിൽ പറയാത്ത സംഭവം എന്താണ്? അപ്പൊ ബോഡി ഷെയ്മിങ് ഉണ്ട്. അപ്പൊ ഈ ബോഡി ഷെയ്മിങ് ചെറുപ്പം മുതൽ എനിക്ക് കിട്ടുന്നതാണ്, ഞാൻ കൊടുക്കുന്നതാണ്. എന്താ പറയാ, എന്റെ ചുറ്റിലും ഞാൻ കാണുന്ന സംഭവമാണ് ബോഡി ഷെയ്മിങ്. ബോഡി ഷെയ്മിങ് അല്ലാതെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഇപ്പോ നമ്മുടെ വീടിന്റെ അടുത്തൊരു പെണ്ണ് ഒരു ഓട്ടോ ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ അവൾക്ക് ഒരു ഓട്ടോ ഡ്രൈവറിനെ കിട്ടിയുള്ളൂ എന്നുകൊണ്ട് അതിലുണ്ടാവുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്, ഞാനിത് ചെയ്തിട്ടുമുണ്ട് എന്റെ ചെറുപ്പകാലഘട്ടങ്ങൾ. അപ്പൊ അതെന്നാണ് ഇതിന്റെ ഫസ്റ്റ് തോട്ട്. ഓക്കെ, ലൈക്ക് ഇതിന്റെ ഒരു ഇൻസിഡന്റ്, നമ്മുടെ വീട്ടിൽ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് പറയാ, ഒരു പെൺകുച്ചി നല്ല കാണാൻ കൊള്ളാവുന്ന ആ ചേച്ചി ഇങ്ങനെ പറയുന്നു, വെളുത്തൊരു കൊച്ച്, അവള് കെട്ടിയത് ഒരു കറുത്തൊരു ചെക്കൻ, അവൾക്ക് എന്താ പ്രാന്താണെന്ന് കൊണ്ട് ലൈക്ക് ഇങ്ങനെ ഇരുന്ന് പറയാ. അപ്പൊ ഇതിൽ എന്താ പ്രശ്നം? അവളിപ്പോ ഒരു ആളെ കല്യാണം കഴിച്ചിട്ട് ഇതെന്നാണ് ഈ തോട്ട് അതിന് വരുന്നത്. പിന്നെ സത്യം പറഞ്ഞത് ഇപ്പൊ സിനിമയിലേക്ക് നമുക്ക് ഒരുപാട് എപ്പോഴും ഡിസ്ക്രിമിനേഷൻ മാത്രം കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതുപോലത്തെ 4 സിനിമയ്ക്കുള്ള ഡിസ്ക്രിമിനേഷൻ സ്റ്റോറീസ് കയ്യിലുണ്ട്. അപ്പൊ ഇതില് മറ്റേ ഇന്റർവെൽ സീക്വൻസ് ആക്ച്വലി അതിന്റെ വേറൊരു വേർഷനിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ബേസ്ഡ് ഓൺ റിയൽ ഈവൻസ്. അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കുറച്ച് കാലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. പൈസ കിട്ടുന്നുള്ളത് കൊണ്ട് 1-2 സിനിമകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, കൃത്യമായി കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് എന്താ പറയാ, അവർക്ക് അറിയത്തില്ല ഇത് തെറ്റാണ്. ഇത് കേൾക്കുന്ന ആൾക്കും ഹേർട്ട് ആവണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്കും അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊക്കെ ആയിരിക്കാം ഇതിലേക്ക് എല്ലാം കൂടെ വന്ന്. അപ്പൊ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന സർട്ടൈൻ ഓഫ് ഫേസ് ഷേപ്പ് ഉള്ള ഒരാളിനായിരുന്നു. പക്ഷെ ആ ഫേസ് ഷേപ്പ് ഉള്ള ആളിനെ തന്നെ പിടിച്ച് കാസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പടം ഐ മീൻ അങ്ങനെയല്ലല്ലോ സിനിമയിലേക്ക് വരുമ്പോ. സിനിമയിലേക്ക് എല്ലാവർക്കും കിട്ടണം. പക്ഷെ ഇവനിക്കാണ് പറഞ്ഞൊരു യൂണിവേഴ്സൽ പരിപാടി. പുള്ളി കുറച്ച് എക്സാമ്പിളൊക്കെ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിക്കൂനൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞ സമയത്താണ് പാണ്ഡിതിലേക്ക് കയറുന്നത്. സോ അതിലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. അങ്ങനെയാണ് ഇത് ഓടുന്നത്. എനിക്ക് എത്തിയത് വീട്ടിലേക്കും എനിക്ക് അറിയില്ല, മലയാളത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം പോലും അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. മാലിക്കില് മറ്റേ അപ്പാനി രവിക്ക് അങ്ങനെ ഒരു കഥാപാത്രമാണ് മാലിക്കില്. അത് കോയിൻസിഡൻസാ. പക്ഷെ വേൾഡിൽ തന്നെ വിറ്റ്ലിഗോ വെച്ചിട്ട് കുറച്ച് സിനിമകളെ വന്നുള്ളൂ, 1, 2, 3 അത്രേ ഉള്ളൂ. ഞാൻ ChatGPT അടിച്ചു നോക്കിയ സമയത്ത് തലവരെയാണ് വരുന്നത് ആക്ച്വലി. ആദ്യം ആ നിലയ്ക്കൊരു കന്നഡയിലൊരു ഫിലിം ഉണ്ട്. അതെ ആക്ച്വലി അത് അങ്ങനെ വേൾഡിൽ ആദ്യം വളരെ കുറച്ച് സിനിമകളിൽ ഒരു സിനിമയാണ് തലവര. വിറ്റ്ലിഗോ വെച്ചിട്ട് വന്ന ഡോക്യുമെന്ററീസ് ഉണ്ട്, ഇല്ലാന്നല്ല. BBC-ന്റെ ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞിട്ട് വരുന്നത് തലവര, പിന്നെ വേറൊരു കന്നഡ പടവും മാത്രം. 2 സിനിമകളേ ഉള്ളൂ ആക്ച്വലി. മറന്നിരിക്കുന്നു. മാലിക്കൂടി വന്നപ്പോ മഹേഷ് നാരായണനും ഷെബിനും ലൈക്ക് സ്ട്രോങ് പില്ലേഴ്സ് ഇതിന്റെ ഒപ്പം വരുന്ന. അപ്പൊ ഈ ഷെബിന്റെ പേര് പറഞ്ഞുകൊണ്ട് അസ്യൂം പുള്ളി തുടക്കത്തിലെ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. ഐ മീൻ ആസ് പാർട്ട് ഓഫ് ഈ പുള്ളി ഉറപ്പുണ്ട്. സോ മഹേഷ് എപ്പോഴാണ് വരുന്നത്? അതെ, മഹേഷ് ഏട്ടൻ വരുന്നത് ഇതിന്റെ ഞാൻ പറഞ്ഞു അപ്പു ഒക്കെ ആയിട്ട് സെക്കൻഡ് സ്റ്റേജ് ഓഫ് റൈറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഷെബിനിക്കാന്ത് പോയി കഥ പറയുന്ന സമയത്ത് ഷെബിനിക്കാണ് പറഞ്ഞ് ഈ പടത്തിൽ ഒരാളും കൂടെ പാർട്ട്ണർ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അവര് മഹേഷേട്ടനും ഷെബിനിക്കും കുറെ കാലമായിട്ടുള്ള ഫ്രണ്ട്സാ. അങ്ങനെ മഹേഷേട്ടൻ വരുന്നു, മഹേഷേട്ടൻ കഥ കേൾക്കുന്നു. കഥ കേട്ടിട്ട് ഫസ്റ്റ് കഥ കേട്ട സമയത്ത് പുള്ളിക്ക് അത്ര കിട്ടിയില്ല, പരിപാടി വർക്കായില്ല, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ റീവർക്ക് ചെയ്തിട്ട് വരാം. ഞാൻ പോയി റീവർക്ക് ചെയ്ത് തിരിച്ചുകൊണ്ടൊന്ന് കൊടുത്തു. പുള്ളി ഓക്കെ. ടിൽ ദാറ്റ് ഡേ മുതൽ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുള്ളി ഉണ്ട്. എഡിറ്റിംഗ് ആയിക്കോട്ടെ, റിലീസ് ഡേറ്റ് നമ്മൾ മാറ്റിയായിരുന്നു. അപ്പൊ അന്ന് പുള്ളിയാണ് പറയുന്നത് ഒരു വീഡിയോ ചെയ്യണം, നിങ്ങളൊരു വീഡിയോ ചെയ്യണം, ഇവിടുത്തെ പോസ്റ്റർ വഴി പോകരുത്. അതുകൊണ്ട് നമ്മളടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി കൂടുന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ്, പുള്ളി ഒരു എഡിറ്റർ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് സീൻസ് ഉണ്ട്, 2-3 സീൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞത് വേണ്ട, അത് ആവശ്യമില്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ആയി പോകുന്നുണ്ട്. പുള്ളി സ്ക്രിപ്റ്റിലെ എഡിറ്റിംഗ് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ അതേ പറഞ്ഞു, ബ്രദറിനെ പോലെ നമ്മുടെ കൂടെ പരിപാടിക്കുള്ള ഒരാളാ. അതെ, അല്ല അത് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ പുള്ളി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്രിയോട്ട് പോലത്തെ വലിയൊരു സിനിമ, അതിന്റെ ഇടയിലാണ് പുള്ളി സമയം കണ്ടെത്തി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. വളരെ സന്തോഷം അഖിൽ. ഞാൻ ഒരുപാട്
ഒരു സംഭാഷണമാണ്. കോണ്ടന്റ് വൈസ് എനിക്ക് ആക്ച്വലി പറയുന്നത് ഒരുപാട് താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് എൻജോയ് ചെയ്തിരുന്നു ആക്ച്വലി ഓരോ മെമ്മറീസും റീകോൾ ചെയ്യുന്ന സമയത്ത്. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്.